Next is steady radial flow to a well or Dupuytren's theory. Dupuytren's theory, that is steady radial flow into a well. Steady radial flow into a well or to a well. When a well is penetrated into an extensive homogeneous aquifer, the water table initially remains horizontal in the well. അതായത് നമ്മൾ ഒരു അക്വിഫറിനകത്തോട്ട് വെല്ല് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ കിണർ കുഴിക്കുന്ന സമയത്ത് ഇനീഷ്യലി ദ വാട്ടർ ടേബിൾ റിമെയിൻസ് ഹൊറിസോണ്ടൽ ഇൻ ദ വെൽ. ഇനീഷ്യലി വാട്ടർ ടേബിൾ വെല്ലിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. When the well is pumped, water is removed from the aquifer and water table or piezometric surface depending upon the type of aquifer is lowered, resulting in a circular depression in the water table or piezometric surface. അതായത് എന്ത് ടൈപ്പ് അക്വിഫർ ആണെന്നുള്ളതനുസരിച്ചാണ് വാട്ടർ ടേബിളോ അല്ലെങ്കിൽ പീസോമെട്രിക് സർഫസോ വരും. അപ്പൊ നമ്മൾ വെല്ലിൽ നിന്നും വാട്ടർ പമ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാട്ടർ ഇസ് റിമൂവ് ഫ്രം ദി അക്വിഫർ. ഈ വെല്ലിൽ നമ്മൾ കിണർ എങ്ങോട്ടാണ് ഇറക്കുന്നത്? അക്വിഫറിലോട്ടാണ് ഇറക്കുന്നത്. അതായത് രണ്ട് ടൈപ്പ് അക്വിഫർ ഉണ്ട്, അൺകൺഫൈൻഡും കൺഫൈൻഡും. സോ വെൻ വാട്ടർ ഇസ് പമ്പ്ഡ് ഫ്രം ദി വെൽ, നമ്മൾ വെല്ലിൽ നിന്നും വാട്ടർ പമ്പ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം ദി അക്വിഫർ. അക്വിഫറിൽ നിന്നാണ് വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ടേബിൾ ഓർ പീസോമെട്രിക് സർഫസ് ഡിപെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് അക്വിഫർ. എന്ത് അക്വിഫർ ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ പീസോമെട്രിക് സർഫസ് അതെന്ത് സംഭവിക്കും? അത് ലോവർ ചെയ്യും. വാട്ടർ ടേബിൾ അല്ലെങ്കിൽ പീസോമെട്രിക് സർഫസ് ലോവർ ചെയ്യും, റിസൾട്ടിങ് ഇൻ എ സർക്കുലർ ഡിപ്രഷൻ ഇൻ ദ വാട്ടർ ടേബിൾ. അതെങ്ങനെയാണ് ലോവർ ചെയ്യുന്നത്? ഒരു സർക്കുലർ ഡിപ്രഷൻ ആണ് വാട്ടർ ടേബിളിൽ വരുന്നത്. ആൻഡ് ദിസ് ഡിപ്രഷൻ ഇസ് കോൾഡ് cone of depression or the drawdown curve. Cone of depression or drawdown curve. ആ കർവിനെ വിളിക്കുന്നതാണ് കോൺ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡ്രോ ഡൗൺ കർവ്. ആ സർക്കുലർ ഡിപ്രഷൻ എന്ന വാട്ടർ ടേബിളിനെ വിളിക്കുന്ന പേരാണ് കോൺ ഓഫ് ഡിപ്രഷൻ ഓർ draw down curve. So at any point away from the well, the drawdown is the vertical distance by which water table of piezometric surface is lowered. നമ്മൾ ഏതൊരു വെല്ലിൽ നിന്നും ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് vertical distance between water table by which is the vertical distance by which water table or piezometric surface is lowered. നമ്മൾ വെല്ലിൽ നിന്നും ഏതൊരു ഡിസ്റ്റൻസിലെ പോയിന്റ് എടുത്താലും അവിടുത്തെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വാട്ടർ ടേബിൾ ലോവർ ആയത് ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡ്രോ ഡൗൺ എന്ന് വിളിക്കുന്നത്. So the analysis of such radial flow towards a well was originally proposed by Dupuytren in 1863 and later modified by Thieme in 1906. So നമുക്ക് ഇതിലെ രണ്ട് കേസസ് പഠിക്കാനുണ്ട്. Dupuytren's തിയറിയുടെ രണ്ട് കേസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ is a well in unconfined aquifer. Well in unconfined aquifer.
So this is the figure for unconfined aquifer. ഇവിടെ നമുക്കൊരു വെല്ലുണ്ട്, അതിന്റെ ഇപ്പുറത്തെ രണ്ട് ഒബ്സർവേഷൻ വെൽസ് ഉണ്ട്. ഇതുമാണ്, ഇത് നമ്മുടെ വെല്ല്. ഇത് ഈ രണ്ടെണ്ണം ചെറുത് രണ്ടെണ്ണം കാണുന്ന ഒബ്സർവേഷൻ വെൽസ് ആണ്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. The figure shows a well penetrating an unconfined aquifer or free aquifer to its full depth. To its full depth. So let capital R be the radius of the well. Capital R, sorry, small r. Small r be the radius of the well. Capital H be thickness of aquifer measured from the impermeable layer to initial level of water table. ഇതാണ് initial level of water table. So capital H is the thickness of aquifer measured from the impermeable layer to the initial level of water table. S is the drawdown at the well. Drawdown at the well ആണ് S. പിന്നെ വരുന്ന പാരാമീറ്റർ small h, which is the depth of water in the well measured above impermeable layer. Impermeable layerന്റെ മേലോട്ട് എത്ര ഡെപ്ത് വരെ വാട്ടർ ഉണ്ട് എന്നുള്ളതാണ് ഈ small h. So if you consider the origin of coordinates at point O, ഇതാണ് point O. ഇവിടെ origin ആയിട്ട് എടുത്തിട്ട് at the center of the well at its bottom, വെല്ലിന്റെ സെന്ററിൽ ഏറ്റവും താഴെയാണ് നമ്മൾ origin കൺസിഡർ ചെയ്യുന്നത് point O. Let the coordinates of point B on the drawdown curve be xy. Drawdown curveൽ ഒരു point P ഉണ്ട്, അതിന്റെ coordinates ആണ് x ഉം y. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാർസീസ് ലോ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? Q is equal to k into ax into ix. Q is equal to k into ax into ix. ഈ ax എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ദ സാച്ചുറേറ്റഡ് പാർട്ട് ഓഫ് അക്വിഫർ അറ്റ് പോയിന്റ് P. അപ്പോൾ ax വാല്യൂ എത്ര വരും? 2πx into y. 2πx into y. അപ്പോൾ നമ്മൾ ഡാർസീസ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിസ്ചാർജ് എഴുതി Q is equal to k into ax into ix. Q is equal to k into ax into ix. അപ്പോൾ ax എത്ര വരും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സാച്ചുറേറ്റഡ് അക്വിഫർ അറ്റ് പോയിന്റ് P. അപ്പോൾ ax എന്ന് പറയുന്നത് 2πx into y. 2πx into y. ഇനി ix എത്രയായിരിക്കും? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ix will be equal to dy by dx. Hydraulic gradient Ix will be equal to dy by dx. അപ്പോൾ Q എങ്ങനെ വരും? Q is equal to k into 2πxy into dy by dx. Q എത്ര വരും? k into 2πxy into dy by dx എന്ന് വരും. Or Q into dx by x is equal to 2π by dy. Q into dx by x is equal to 2π ky into 2π ky into dy. അപ്പോൾ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ്സ് എങ്ങനെ വരും? That is Q into integral small r to capital R dx by x is equal to 2π k into integral small h to capital H y dy. ഇങ്ങനെ വരും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. Integrate ചെയ്യുമ്പോൾ എന്ത് വരും? Q integral r to r dx by x equal to 2π k into integral small h to capital H y dy. ഇത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? Q into log to the base
E അതാണ് ln x r to r is equal to 2 pi k into y square by 2 from small h to capital H, or q is equal to pi k into h square minus h square divided by ln r by r, അല്ലെങ്കിൽ നമുക്ക് ln നെ മാറ്റി log to the base 10 ആക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 1.36 k into capital H square minus small h square divided by log to the base 10 capital R by small r. Capital R by small r. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. Q is equal to pi k into h square minus x square by ln capital R by small r, or 1.36 k into h square minus h square by log to the base 10 capital R by small r. If K is the coefficient of permeability expressed in cubic meter per day per square meter of the area of subsoil, the above expression for discharge will be in cubic meter per day. If K is in gallons per day, discharge will be in gallons per day. നമ്മൾ K യുടെ യൂണിറ്റ് അനുസരിച്ച് വേണം Q ന്റെ യൂണിറ്റ് വേണം. K മീറ്റർ ക്യൂബ് per day per meter square ആണെങ്കിൽ Q മീറ്റർ ക്യൂബ് per day കിട്ടും. അതുപോലെ K in gallons per day ആണെങ്കിൽ Q gallons per day കിട്ടും. Gallons per day per square feet ആണെങ്കിൽ discharge gallons per day കിട്ടും. So in the above expression, അതായത് in this expression, R commonly known as radius of zero drawdown is the radius measured from center of well to a point where the drawdown curve meets original water table. നമ്മൾ R ഫിഗറിൽ വരച്ചിരുന്നു. എന്താണ്? Radius of zero drawdown ആണ്. Capital R is the radius of zero drawdown. And then the distance എങ്ങനെ മെഷർ ചെയ്യും? R is measured from center of well to the point on the drawdown curve where it meets the original water table level tangentially. So the radius of influence R is approximate and arbitrary, but the variation in Q is small for a wide range of R. The wide range of R എടുത്തു കഴിഞ്ഞാൽ variation of Q വളരെ ചെറുതാണ്. So suggested value of R will be 150 to 300 meter, or R is equal to 3000 S root K എന്ന് വേണമെങ്കിലും എടുക്കാം. R is equal to 3000 S root K. പിന്നെ if there are two observation wells at radial distance R1 and R2, നമ്മൾ ഫിഗറിൽ രണ്ട് observation wells വരച്ചിരുന്നു at radial distance R1 and R2 with R2 greater than R1, and if the depth of water in them is, അതായത് observation wellile depth of water R2 R1 radiusൽ രണ്ട് observation well ഉണ്ട് with the depth of water H2 and H1. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ എങ്ങനെ മാറും നോക്കാം. Q is equal to pi k h2 square minus h1 square by ln R2 by R1, or Q is equal to 1.36 k h2 square minus h1 square by ln R2 by R1. അതായത് രണ്ട് ഒബ്സർവേഷൻ വെൽസിനെ ബേസ് ചെയ്താണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതെങ്കിൽ pi k into h square minus h2 square minus h1 square by ln R2 by R1, or 1.36 k h2 square minus h1 square by ln R2 by R1. If drawdown is measured at the well faceലാണ് drawdown മെഷർ ചെയ്യുന്നതെങ്കിൽ drawdown S will be equal to capital H minus
small h. Draw down will be equal to capital H minus small h. അപ്പോൾ h എത്ര വരും? s plus h or h plus h is equal to s plus 2h. h plus h എടുക്കുമ്പോൾ s plus 2h എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? q is equal to pi k into h minus h into h plus h by ln r by r. അപ്പോൾ ഇത് എത്ര വരും? pi k into s into s plus 2l by ln r by r. That is 2 pi. So pi k s into s plus 2l by ln r by r. That is 2 pi k s into l plus s by 2 by ln capital R by small r. H is equal to L is equal to length of strainer. So Q is equal to 2.72 ks into L plus s by 2 divided by log to the base 10 capital R by small r. Q is equal to the equation ആണ് log to the base e വരുമ്പോൾ that is 2 pi ks L plus s by 2 divided by ln capital R by small r. And നമ്മൾ ഇതിനെ log to the base 10 ആക്കുമ്പോൾ 2.72 ks into L plus s by 2 divided by log to the base 10 capital R by small r. Now let us see what are the assumptions and limitations of Dupuit's theory. The velocity of flow is proportional to the tangent of the hydraulic gradient instead of sign. നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റിനെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന്റെ ടാൻജന്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എടുക്കുന്നത്. സൈൻ ആയിട്ട് എടുക്കുന്നതിന് പകരം ടാൻജന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് assumption. Second one is the flow is horizontal and uniform everywhere in the vertical section. Vertical sectionil evide eduthalum flow horizontalum uniform aanennaanu assumption. Third assumption is the aquifer is homogeneous, isotropic and of infinite areal extent. Aquifer is homogeneous, isotropic and of infinite areal extent. Fourth assumption is the well penetrates and receives water from the entire thickness of aquifer. Well aquifer ന്റെ entire thickness ൽ നിന്ന് water കിട്ടുന്നതാണ് assumption. So the well penetrates and receives water from the entire thickness of aquifer. Next assumption is the coefficient of transmissibility is constant at all places and at all times. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും coefficient of permeability constant ആണെന്നാണ് assume ചെയ്യുന്നത്. Next assumption is the natural groundwater regime affecting an aquifer remains constant with time. അത് അക്വിഫറിനെ അഫക്ട് ചെയ്യുന്ന നാച്ചുറൽ ഗ്രൗണ്ട് വാട്ടറിന്റെ റിജൈം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫ്ലോ is laminar and Darcy's law is applicable. ഇത് ലാമിനാർ ഫ്ലോ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ലാമിനാർ ഫ്ലോ ആണ് അസ്യൂം ചെയ്യുന്നുണ്ട്, Darcy's law വാലിഡ് ആണ് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 7 അസംപ്ഷൻസ് പറഞ്ഞു. ഈ അസംപ്ഷൻസിൽ 1, 2 and 7 are of major importance. First, second and the 7th assumptions are of major importance. ഏതൊക്കെയാണ് അപ്പം? First one is the velocity of flow is proportional to tangent of the hydraulic gradient instead of sine. പിന്നെ the flow is horizontal and uniform everywhere in the vertical section. And the 7th assumption is flow is laminar and Darcy's law is applicable. ഈ assumptions ഒക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന assumptions. Actually, the flow is not horizontal, especially near the wells, and also the piezometric surface attains greater slope as it approaches the well boundary. അതായത് നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ വെല്ലിന്റെ അടുത്ത് ഒരു ഫ്ലോ ഒരിക്കലും ഹൊറിസോണ്ടൽ അല്ല. അത് മാത്രമല്ല പീസോമെട്രിക് സർഫസിന്റെ സ്ലോപ്പ് വെൽ ബൗണ്ടറിയുടെ അടുത്തോട്ട് വരുന്തോറും കൂടുതലായിരിക്കും.
അപ്പോൾ നമ്മുടെ assumption 1 ഒരു approximation ആയിട്ട് മാറും. അപ്പോൾ due to these reasons the parabolic form of piezometric surface computed from Dupuytren's theory deviates from observed surface, and this deviation is large at the well face, resulting in the formation of seepage phase. In addition to these, velocity near the well increases and the flow no longer remains laminar. വെല്ലിന്റെ അടുത്തോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് ലാമിനാർ ഫ്ലോ നിന്നും ഫ്ലോ ലാമിനാർ ഫ്ലോ അല്ലാതാവും. അതുകൊണ്ട് തന്നെ ഡാർസീസ് ഇക്വേഷൻ ഇസ് നോട്ട് വാലിഡ് നിയർ ദ വെൽ ഫേസ്. അപ്പൊ പ്രശ്നങ്ങളെല്ലാം വരുന്നത് വെൽ ഫേസിന്റെ അടുത്തോട്ട് വരുമ്പോഴാണ്. ക്ലിയർ? വെൽ ഫേസിന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ എന്തിനാണ് പഠിച്ചത്? അൺകൺഫൈൻഡ് ആക്വിഫറിനകത്തെ കേസ് പഠിച്ചത്. ഇനി now let us see the case in confined aquifer. അൺകൺഫൈൻഡ് ആക്വിഫറിനെ പഠിച്ചു. ഇനി നമുക്ക് കൺഫൈൻഡ് ആക്വിഫറിനെ എടുക്കാം. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഒബ്സർവേഷൻ വെൽസ് 2 എണ്ണം. അപ്പൊ നമുക്ക് നോക്കാം. Figure shows a well fully penetrating a confined or artesian aquifer. XY be the coordinates of any point P on the Rodin curve measured with respect to the origin O. അപ്പോൾ നമുക്ക് ഡാർസീസ് ഇക്വേഷനിൽ നിന്ന് നേരത്തെ എഴുതിയ പോലെ എഴുതാം. Q is equal to KIXAX. Q is equal to KIXAX. ഇതിൽ AX is equal to 2 pi x into
B and Ix will be equal to dy by dx. അപ്പോൾ Q എത്ര വരും? K dy by dx into 2 pi x b എന്ന് വരും. or x terms y terms ഒന്നിച്ചാക്കുമ്പോൾ Q into dx by x is equal to 2 pi kb into dy. 2 pi kb into dy. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. Integral small r to capital R dx by x is equal to 2 pi kb integral small h to capital H dy. അപ്പോൾ ഇത് എത്ര വരും? Q into ln x of small r to capital R is equal to 2 pi kb into y from small h to capital H. That is Q is equal to 2 pi kb into capital H minus small h divided by ln r by r. 2 pi kb h minus h divided by ln r by r, which is equal to 2.72 bk into h minus h divided by log to the base 10 capital R by small r. That is 2 pi bks divided by ln capital R by small r, or 2.72 bks divided by log to the base 10 r by r. ഇനി b into k എന്താണ്? t ആണെന്ന് പഠിച്ചു. അപ്പോൾ Q is equal to 2.72 ts divided by log to the base 10 capital R by small r. കാരണം t is equal to k into b. Q is equal to t is equal to k into b. നമ്മൾ ഒബ്സർവേഷൻ വെൽസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? Q is equal to 2.72 bk into h2 minus h1 divided by log to the base 10 r2 by r1, or 2.72 t into h2 minus h1 divided by log to the base 10 r2 by r1. So ഇതാണ് അൺകൺഫൈൻഡ് അക്യൂഫറിൽ വരുന്ന ഇക്വേഷൻസ്. Q is equal to 2 pi kb h minus h by ln r by r, or 2 pi kbs ln r by r, or 2.72 ts by log to the base 10 r by r. ഇത്ര ഇക്വേഷൻസ് ആണ് കൺഫൈൻഡ് അക്യൂഫറിന്റെ കേസിൽ വരുന്നത്. താങ്ക് യു.